നമുക്ക് നമ്മെ തന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നാം കുടയുകയും കുതറുകയും ചെയ്യുന്നത്. നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ ഒന്നുകിൽ നാം ആശുപത്രി സന്ദർശിക്കണം. ആശുപത്രിയിലെ ദീനരോദനങ്ങളും ഞരക്കങ്ങളും മൂളലുകളും കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്കറിയാം, മനസ്സിലാക്കാം, ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ആരോഗ്യമാണ്, നിലവിലുള്ള ആരോഗ്യമാണ് എന്ന്. അല്ലെങ്കിൽ നാം ജയിൽ സന്ദർശിക്കണം. അവിടെ കയ്യിലും കാലിലും ചങ്ങലകളിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുന്ന തടവ് പുള്ളികളെ കാണുമ്പോൾ നമുക്കറിയാൻ കഴിയും, നമുക്ക് ഗ്രഹിക്കാൻ കഴിയും, ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം സ്വാതന്ത്ര്യമാണ്, സ്വതന്ത്ര വിഹാരമാണ് എന്നത്. അല്ലെങ്കിൽ നാം ശ്മശാനം സന്ദർശിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായതൊന്നും സത്യമല്ല, അതെല്ലാം വെറും മിഥ്യയാണ്. ഈ കൽക്കുടീരത്തിൻ്റെ അപ്പുറത്തുള്ളതാണ് ശാശ്വതമായ സത്യമായ ജീവിതമെന്ന്. അതുകൊണ്ട് ഇന്ന് അതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നാളെ എന്നതിന് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കാൻ പാടില്ല. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് നമ്മോട് പറഞ്ഞത്. നിങ്ങൾ വേഗം കർമ്മങ്ങൾ ചെയ്ത് ജാഗരൂകരാവുക. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒന്നുകിൽ എല്ലാം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ എല്ലാവിധ വഴികേടുകളിലേക്കും നയിക്കുന്ന സമ്പന്നതയാണ്. അതുമല്ലെങ്കിൽ എല്ലാം താറുമാറാക്കുന്ന രോഗങ്ങളാണ്. അതുമല്ലെങ്കിൽ എല്ലാം ക്ഷയിപ്പിച്ചു കളയുന്ന വാർദ്ധക്യമാണ്. അതുമല്ലെങ്കിൽ എല്ലാം ഒറ്റയടിക്ക് അവസാനിപ്പിക്കുന്ന മരണമാണ്. അതൊന്നുമല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് ആരെയും പിഴപ്പിക്കാൻ പോന്ന ദജ്ജാലാണ്. അതുമല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് അവസാന ബിന്ദു ഇട്ടുകൊണ്ട് കടന്നു വരുന്ന അന്ത്യനാളാണ്. അതായത് നന്മ ചെയ്യാൻ കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞു തരികയാണ് മഹാനായ നബി തിരുമേനി. വസ്സലാം.